വർഗീയതയും മുസ്ലിം വിരുദ്ധതയും പള്ളിയും അമ്പലവും ഒക്കെ കാണിച്ച് നിങ്ങൾ വോട്ട് പിടിക്കുന്ന ആ തന്ത്രമുണ്ടല്ലോ, അത് അവസാനിക്കാനായി. അതിന്റെ ഒരു തുടക്കമാണ് ഇന്നലെ പടലിപുത്രയിലും അതുപോലെ പട്നയിലും നടന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോസ് കാണാം. छुपी हुई है। पागल बोले यार, मैडम दिमाग नहीं सके यार। നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ ബീഹാറിലെ പടലിപുത്ര റെയിൽവേ സ്റ്റേഷനിലെ പോലീസും സ്റ്റുഡൻസും തമ്മിലുള്ള സംഘർഷത്തിന്റെ വീഡിയോ ആണ്. ഇത് നടന്നിട്ടുള്ളത് ഇന്നലെയാണ്, ശനിയാഴ്ചയാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇന്ന് ഞായറാഴ്ച ഒരു എക്സാം നടക്കുന്നുണ്ട് സ്റ്റേറ്റിൽ മുഴുവനായിട്ടും. അതായത് 38 ഡിസ്ട്രിക്ട്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാം നടക്കുന്നുണ്ട്. ബീഹാർ പോലീസിലും അതുപോലെ ജയിൽ വാർഡൻ അതുപോലെ മൊബൈൽ സ്ക്വാഡ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിലേക്കുള്ള എക്സാം ആണ് അവിടെ നടക്കുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പടലിപുത്രയിൽ എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, അതായത് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു, എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിലേക്ക് വന്നു. പക്ഷേ ട്രെയിൻ എന്ത് ചെയ്തിട്ടില്ല, അവർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതായത് പോകാനുള്ള ട്രെയിൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഒരു സ്പെഷ്യൽ ട്രെയിൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയും അതോറിറ്റി ഒരു സ്പെഷ്യൽ ട്രെയിൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ അത് ഒന്ന് പോരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, റെയിൽവേ ട്രാക്കിലൊക്കെ പോയി അവിടെ സ്ട്രൈക്ക് വിളിക്കാൻ തുടങ്ങി. അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി. അതുപോലെ ട്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല 2-3 ട്രെയിനിനെ ബ്ലോക്ക് ചെയ്തിടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പോലീസ് ആദ്യം വാൺ ചെയ്തു, പിന്നീട് ടിയർ കേസ് ഇട്ടു, പിന്നീട് എന്താണ് വാർണിംഗ് ഷോട്ട് കൊടുത്തു, അതിനുശേഷം ചാർജ് ചെയ്തു എന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ IG പറഞ്ഞിട്ടുള്ളത് 250ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, മൂവിങ്, അതായത് ട്രെയിനിനെ പോവാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്തിട്ടു. അതിനുശേഷം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരത് ഒബേ ചെയ്തിട്ടില്ല. അതിനുശേഷം അവർ കല്ലെറിയുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അവരുടെ പ്രൊസീജിയറുമായിട്ട്, അതായത് പോലീസ് പ്രൊസീജിയറുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഇവിടെ പോലീസ് ഓഫീസർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. അതായത് ഫ്യൂ സോഷ്യൽ എലിമെന്റ്സ് അവിടെ, അതായത് ഫ്യൂ ആന്റി സോഷ്യൽ എലിമെന്റ്സ് കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് അവർക്ക് അവരുടെ എക്സാമിന് വേണ്ടിയിട്ട് പോവാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ ആ റിയാക്ഷൻ ആണ് അവിടെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോലീസ് പറഞ്ഞിട്ടുള്ളത് അതിൽ ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഉണ്ട്, അവരാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. നമ്മൾ കണ്ട വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും, സ്റ്റുഡൻസ് ആണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, കാരണം അവർക്ക് എക്സാമിന് പോകാൻ പറ്റാത്ത ആ ഒരു ടെൻഷൻ, ദേഷ്യം അങ്ങനെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർ അതൊക്കെ അവിടെ പ്രകടിപ്പിച്ചു. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. നമുക്ക് 1-2 വീഡിയോ കൂടി കാണാം. ഇതിവര് പറയുന്ന പോലെ 250 സ്റ്റുഡൻസ് ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ വീഡിയോ കണ്ടിട്ട് 250 സ്റ്റുഡൻസ് ഒന്നും അല്ല. ഒരു വീഡിയോ കൂടി ഉണ്ട്. ഇപ്പോൾ അവസാനം കണ്ടിട്ടുള്ളത് പട്ന ജംഗ്ഷൻ എന്നുള്ള വീഡിയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പട്ന ജംഗ്ഷനിലുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത്. അതായത് ഈ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് പുവർ അറേഞ്ച്മെന്റ് എന്നാണ് പറഞ്ഞത്. അതായത് പുവർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. സ്പെഷ്യൽ ട്രെയിൻസ്, അതായത് ഇത്രയും 38 ഡിസ്ട്രിക്ട്സിൽ എക്സാം ഒരേ സമയത്ത് നടത്തുമ്പോൾ അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റീസ്, അതായത് ഈ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം, അവിടെയൊക്കെ റീച്ച് ചെയ്യാനുള്ള അതിനുള്ള ഫെസിലിറ്റീസ് കൃത്യമായി ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ സർക്കാർ വോട്ടിന്റെ സമയത്ത് കൃത്യമായിട്ട് ആളുകളെ എത്തിക്കാറുണ്ട്. ഇത് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നതിന് ആവശ്യമില്ലാതെ, അതായത് ട്രെയിൻസ് ഒക്കെ, സ്പെഷ്യൽ ട്രെയിൻ ഒക്കെ കൊടുത്തിട്ട്
ബീഹാറിലേക്ക് ആളെത്തിച്ചിട്ടുണ്ടായിരുന്നു ബീഹാർ ഇലക്ഷന്റെ സമയത്ത്. കാരണം പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അവിടെ, അതായത് ഉത്തർപ്രദേശിലെ ആളുകളെ വരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് കള്ള വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പ്രൂവ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. പക്ഷേ നമുക്കറിയാം ഒരുപാട് റിലീജിയസ് ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു സ്പെഷ്യൽ ട്രെയിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അതായത് ദിവാലിയുടെ ഭാഗത്ത്, അതുപോലെ ഛത് പൂജന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 12,000-ഓളം ട്രിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ സ്പെഷ്യൽ ട്രെയിൻസിലൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മഹാകുംഭമേളന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ട്രെയിൻസ്, അഡീഷണൽ ട്രെയിൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോളി, ദുർഗാ പൂജ ആ സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ട്രെയിൻസ് ഇറക്കാറുണ്ട്. അതുപോലെ ഈദ്, ബക്രീദ് ഇതിന്റെ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ട്രെയിൻസ് ഒക്കെ, അതായത് ഫെസ്റ്റിവൽസിന്റെ സമയത്തൊക്കെ സ്പെഷ്യൽ ട്രെയിൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, എക്സാമിന്റെ സമയത്തും, അതായത് ചില എക്സാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചില എക്സാംസിന്റെ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ട്രെയിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ എക്സാമിന്റെ സമയത്തും എന്ത് ചെയ്യില്ല, സ്പെഷ്യൽ ട്രെയിൻസ് പ്രൊവൈഡ് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സാമിന് എത്ര സ്റ്റുഡൻസ്, അതായത് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതിന് അനുസരിച്ചുള്ള എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി, അല്ലെങ്കിൽ മെയിൻലി കുറച്ച് ദിവസങ്ങളായി എന്താ പറയാ, എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ആകെ പ്രശ്നത്തിലാണ്. അതായത് എഡ്യൂക്കേഷൻ സെക്ടർ മൊത്തത്തിൽ എന്താണ്, ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നീറ്റ് എക്സാമിന്റെ കോൺട്രവേഴ്സി ഉണ്ട്, CBSE ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. അത് മാത്രമല്ല, സ്റ്റുഡൻസിന് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടില്ല. ഇതിന് മുൻപും, അതായത് SSCന്റെ സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, SSC കോൺട്രവേഴ്സി. അതിന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാൻഡിഡേറ്റ് സ്ട്രൈക്കുമായിട്ട് വിളിച്ചു പോയപ്പോൾ അവർക്ക് നേരെ ടിയർ ഗ്യാസ്, അത് മാത്രമല്ല ഈ ജലപീരങ്കിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ നേരെയല്ല ഇതൊന്നും പ്രയോഗിക്കേണ്ടത്. അവരവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അതായത് ഒന്നുകിൽ എഡ്യൂക്കേഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ നമുക്കറിയാം എക്സാം പേപ്പർ ലീക്കേജ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ പോലീസുകാരൻ ഇപ്പോൾ പറഞ്ഞത്, ആന്റി സോഷ്യൽ എലിമെന്റ്സ് അവരുടെ കൂട്ടത്തിലുണ്ട്, അവരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അവരല്ല ചെയ്യുന്നത്, സ്റ്റുഡൻസ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുത്തിട്ടില്ലെങ്കിൽ, കാരണം ഞാൻ പറയുന്നു, അതായത് ഫെസ്റ്റിവൽസിനൊന്നും സ്പെഷ്യൽ ട്രെയിൻ കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം കൊടുക്കാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ സെക്ടറിനാണ്, എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യൽ, ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലൂടെ വോട്ട് നേടുക, അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട് വോട്ട് നേടുക, അതല്ല വേണ്ടത്. ഡെവലപ്മെന്റ് കാണിച്ചു തരൂ. നമുക്കറിയാം ബീഹാറിലൊക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് ബ്രിഡ്ജൊക്കെ പൊട്ടി വീഴുന്നത്. ഒന്നും രണ്ടും അല്ല പൊളിഞ്ഞു വീണിട്ടുള്ളത്. ഒരുപാട് ബ്രിഡ്ജസ് ഒക്കെ ബീഹാറിലും ഉത്തർപ്രദേശിൽ വാട്ടർ ടാങ്ക് വരെ എന്താണ് ഉദ്ഘാടനം ചെയ്യേണ്ട തലേ ദിവസം വാട്ടർ ടാങ്ക് പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നേരെ ആദ്യം നിയമ നടപടികൾ എടുക്കൂ. അല്ലാതെ ഈ സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് ഒക്കെ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് നേരെയല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ CJP, കോക്രോച്ച് ജനതാ പാർട്ടി പറഞ്ഞതുപോലെ വർഗീയത വിറ്റ് വോട്ടുണ്ടാക്കുന്ന പരിപാടി അവസാനിക്കാനായി. ഇതൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BJPയും അതുപോലെ സംഘപരിവാറും ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് BJPയെ കുറ്റം പറയുന്ന എല്ലാവരും ആന്റി നാഷണൽ ആണ്, രാജ്യദ്രോഹിയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP അല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ BJPയും BJP സർക്കാരിനെയും കുറ്റം പറയുന്നത് ഒരിക്കലും രാജ്യദ്രോഹ പ്രവർത്തനമല്ല. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും.